പ്രണയം ഒരു അനന്ത സാധ്യതയുള്ളൊരു വലിയ ലോകമാണ്, വലിയ പ്രപഞ്ചമാണ്. അപ്പം അത് ഈ ലോകാരംഭം തൊട്ട് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന വലിയൊരു പ്രേരക ശക്തി അതാ. എത്രയോ കവികളും കലാകാരന്മാരും ശില്പികളും ചിത്രകാരന്മാരും ഒക്കെ പ്രണയത്തെ, സ്ത്രീ പുരുഷ പ്രണയത്തെ എത്രയോ തലങ്ങളിൽ ആവിഷ്കരിച്ചു കഴിഞ്ഞു. എന്നിട്ടും അത് തീരാതെ പുതിയതായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അന്നത്തെ പ്രണയവും ഇന്നത്തെ പ്രണയവും തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ്? വാട്ട് യു സീ ദ ഡിഫറൻസ്? ഉള്ള സത്യം പറഞ്ഞാൽ ഞാനൊരു പൗരാണികയാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നുമെങ്കിൽ പോലും എനിക്കിപ്പോഴത്തെ പ്രേമം എന്നെ ഭയങ്കര സങ്കടപ്പെടുത്തുന്നു, നിരാശപ്പെടുത്തുന്നു. കാരണം ഞാനിങ്ങനെ തപസ്വിനികളെ പോലെ പ്രേമത്തിനു വേണ്ടി ജീവിതം ഹോമിച്ച ഒരു തലമുറയെ കണ്ടു വളർന്നയാളാണ്. ഇപ്പോൾ പുരുഷന്മാരും അതെ, ഇഷ്ടപ്പെട്ട സ്ത്രീയെയോ പുരുഷനെയോ വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവിതം മുഴുവൻ ബ്രഹ്മചാരികളോ കന്യകളോ ആയി കഴിഞ്ഞിരുന്ന ഒരുപാട് പേര്, അല്ലെങ്കിൽ ആ ഓർമ്മയിൽ മുഴുകി കഴിയുന്നവരുണ്ട്. പലരും വിവാഹമേ കഴിച്ചില്ല, അവരൊറ്റയ്ക്ക് ജീവിച്ചു. മാഡം റോസ്മേരി എങ്ങനെയായിരുന്നു? ഞാൻ ഈ വളരെ ചെറിയ പ്രായത്തിലെ നോവലുകളൊക്കെ വായിക്കാൻ തുടങ്ങി. ഈ ചില വീടുകളിലൊക്കെ അല്ലേ കുട്ടികൾ നോവൽ വായിക്കില്ലെന്ന്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു നിബന്ധനയില്ലായിരുന്നു. അക്ഷരം കൂട്ടി വായിക്കാറായപ്പോൾ തൊട്ടേ നമ്മളെല്ലാം വായിക്കുമായിരുന്നു. അപ്പോൾ ഈ മുട്ടത്ത് വർക്കിയുടെ രചനകളാണ് ഞങ്ങളുടെ നാട്ടിൽ വളരെ പോപ്പുലർ. എല്ലാ വീടുകളിലും ലൈബ്രറികളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ മുഴുവൻ ഒരുതരം ഗ്രാമത്തിലെ വിശുദ്ധാനുരാഗമൊക്കെ. അപ്പോൾ അതൊക്കെ വായിച്ച് നമ്മുടെ ഭാവന ഇങ്ങനെ വളരെ പടർന്ന് പന്തലിക്കുമല്ലോ. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ റഷ്യൻ നോവലുകൾ വായിക്കാൻ തുടങ്ങി. അതിലെ കുറച്ചുകൂടെ ഉദാത്തമായ പ്രണയം, അങ്ങനെയൊക്കെ മനസ്സ് നിറയെ ഇങ്ങനെ പ്രണയ സങ്കല്പങ്ങളായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ വിവാഹം നടന്നത്? എങ്ങനെയാണ് അത്? കുറെ കാലമൊക്കെ കഴിഞ്ഞ് ഞാൻ MA-ക്ക് BA-ക്ക് ഇവിടെ മാറിവൻസിൽ പഠിക്കുമ്പോൾ നജീബ് എന്ന് പറഞ്ഞ എൻ്റെ വലിയ സുഹൃത്തുണ്ടായിരുന്നു. പിന്നീട് എയർ ട്രാവൽ എൻ്റർപ്രൈസസിൻ്റെ നജീബ് കോളേജ് മാഗസിൻ്റെ എഡിറ്ററൊക്കെ ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പം നജീബ് നമ്മുടെ MA-ഒക്കെ കഴിഞ്ഞപ്പോൾ ജേർണലിസം പഠിക്കാൻ പോയി. ഇപ്പം നജീബിൻ്റെ ക്ലാസ്മേറ്റ് പ്രിയൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഇന്ത്യൻ എയർലൈൻസ് ജോലി ചെയ്യുക. അന്ന് ഈവനിങ് ക്ലാസ് ആണല്ലോ ജേർണലിസം ഒക്കെ. അപ്പോൾ ഞാൻ ചിദംബരത്ത് പഠിക്കാൻ പോയി. അപ്പോൾ എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുക. അപ്പം നമുക്ക് കല്യാണം ആലോചിക്കുന്ന ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി ഏറിയ. എനിക്കാണെങ്കിൽ ആ സ്ഥലമൊക്കെ മടുത്തു. പിന്നെ അവിടുത്തെ ആളുകൾ കുട്ടിച്ചൻ, തൊമ്മച്ചൻ, പാപ്പച്ചൻ എന്നൊക്കെ അങ്ങനത്തെ റബ്ബറും പള്ളി പെരുന്നാളും കല്യാണവും മാമോദിസയൊക്കെ ആയിട്ട് തീരും അവിടുത്തെ ജീവിതം. പിന്നെ അവിടെ സമയത്താണ് പ്രിയനെ കണ്ടുമുട്ടുന്നത്. പിന്നെ എനിക്ക് ആ റബ്ബർ തോട്ടത്തിലെ ജീവിതവും ബോറടിച്ചു തുടങ്ങിയായിരുന്നു. അതിൽ നിന്ന് എങ്ങനെയാലും പുറത്ത് കിടക്കണമെന്ന് വിചാരിക്കുമ്പോൾ നജീബ് എന്നോട് പറഞ്ഞു, ഒരുപാട് വായിക്കുകയും നന്നായി പാടുകയൊക്കെ ചെയ്യുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട്, പ്രിയൻ എന്നാ പേര്. എന്നിട്ട് പ്രിയന്റെ നല്ല ആംഗിളിലുള്ളൊരു ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. നല്ല ആംഗിളിലുള്ളൊരു ഫോട്ടോ കാണിച്ചു. അല്ല, ആള് സുന്ദരനൊക്കെ, പക്ഷെ ഒരു പ്രത്യേക ആംഗിളിലൊരു ബംഗാളി ഛായയൊക്കെ തോന്നുന്ന പോലെ. എനിക്ക് ബംഗാളി നോവലുകൾ വായിച്ച് ബംഗാളി കഥാപാത്രങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാഡത്തിന്റെ മനസ്സ് മുഴുവൻ അറിയാം. എന്തെങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ കത്തിടപാടുകളുണ്ട് നജീബ് ഞാനിവിടെ. നജീബ് ഒരു കാര്യത്തെ പറ്റിച്ചു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേരളത്തിന് പുറത്ത് താമസിക്കാൻ. കേരളത്തിലല്ലേ നമ്മൾ 10-24 വർഷം ജീവിച്ച്. അപ്പൊ എനിക്ക് ചെന്നൈയോ ബോംബെയോ പൂനെയോ കൽക്കത്തയോ എവിടെയെങ്കിലുമൊക്കെ ഇന്ത്യ വിടുന്നൊന്നും ചിന്തിച്ചില്ല അന്ന്. അതൊക്കെ അപൂർവ. നജീബ് എന്നോട് പറഞ്ഞു, എൻ്റെ ഈ സുഹൃത്ത് ദോഹയിൽ എയർ ഫ്രാൻസിൽ ജോലി ചെയ്യുക. അപ്പൊ അദ്ദേഹത്തിന് ലോകം മുഴുവൻ സഞ്ചരിക്കാം, ഫ്രീ ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യും, എല്ലായിടത്തും പോകാൻ തനിക്ക്. നീണ്ട കത്തുകൾ എഴുതും പ്രിയൻ. നല്ല ഭാഷയും ഖലീൽ ജിബ്രാന്റെ കവിതകളൊക്കെ വെച്ച് നല്ല കത്തുകൾ അയക്കുമായിരുന്നു. ഇതെല്ലാം എനിക്ക് തോന്നുന്നു നജീബിന്റെ കളിയാണ്. 10-12 പേജൊക്കെ ഉള്ള. അപ്പം എൻ്റെ ആഗ്രഹം എന്താ, എനിക്ക് കേരളത്തിന് പുറത്തു പോകണം, യാത്രകൾ നടത്തണം ഒത്തിരി. അപ്പോൾ പ്രിയൻ പറയും, എനിക്ക് എഴുതി എവിടേക്കാണ് പോകേണ്ടതെന്നൊക്കെ പ്ലാൻ ഇട്ടോളാൻ. അപ്പൊ ഞാൻ ഈ വേൾഡ് ഗ്ലോബ് മുഴുവൻ കാണിക്കാം. അപ്പൊ ഞാൻ ഭയങ്കര സ്പെയിനും അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, മൊറോക്കോയും അങ്ങനത്തെയൊക്കെ ഓരോരുത്തരത്ത് വായിച്ച്, അന്ന് അറ്റ്ലസ് നോക്കുകയൊക്കെ പ്രധാനം, അതെല്ലാം വായിച്ച് ഇങ്ങനെ പോകേണ്ട സ്ഥലമൊക്കെ എഴുതുക. അവസാനം പ്രിയൻ അവധിക്ക് വന്ന് കല്യാണം കഴിച്ചു. 4 മാസം കഴിഞ്ഞ് പ്രിയൻ ദോഹയിലെ റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ പോന്നു. പ്രിയൻ ഇഷ്ടമേ ഇല്ലായിരുന്നു ഗൾഫൊന്നും. നജീബും പ്രിയനോട് വെറുതെ കല്യാണം നടക്കാൻ വേണ്ടി പിന്നെ പ്രിയൻ കേരളം ഫോട്ടോ തിരിച്ചു പിടിച്ച് ഇങ്ങനെ കാണിച്ച് പിന്നെ വേൾഡ് മുഴുവൻ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ 2 കളിപ്പീരാണ് മാഡത്തിന് പറ്റിയത്. എന്നാലും ഇപ്പോഴും സന്തോഷവതിയാണ്. സന്തോഷം. പക്ഷെ പ്രിയൻ കേരളം വിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന. മാഡത്തിന് കേരള സാഹിത്യ അക്കാദമി 2019 കിട്ടി. അത് ഏത്
അത് ഈ സമഗ്ര സംഭാവന. ആ. കാരണം ഞാൻ തർജ്ജമകൾ ചെയ്യാറുണ്ട്, ആ. ആത്മകഥ എഴുതുന്നു, ആ. കവിത എഴുതുന്നു, പിന്നെ ഒരുപാട് ഓർമ്മക്കുറിപ്പുകൾ എഴുതുന്നു. അങ്ങനെ പല പല രംഗത്തുള്ള സേവനം. കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി എഴുതാറുണ്ട്. ആ, ആ. അവർക്ക് വേണ്ടി ലോകത്തിലെ പല ഭാഷയിലെ രചനകൾ തർജ്ജമ ചെയ്ത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയൊക്കെ ഇറക്കാറുണ്ട്. അങ്ങനെ പല പല കോൺട്രിബ്യൂഷൻ ചേർത്ത് വെച്ച്. അപ്പോൾ എന്തായാലും ഒരു ഒരു കവിത ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചൊല്ലിയാൽ കൊള്ളാം. ലാജവന്തി എന്നൊരു സമാഹാരത്തിലെ കവിതയാണ്. ഞാൻ മുമ്പ് പ്രണയത്തിന്റെ ഉദാത്തതയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ പ്രണയം എപ്പോഴും അങ്ങനെ മധുര സുരഭിലൊന്നും ആകണമെന്നില്ല. പലപ്പോഴും ഈ ഗ്രാഫൊക്കെ മുകളിലോട്ട് പോയിട്ട് താഴെ വരികയല്ലേ, പ്രണയത്തിന്റെ ഇന്റൻസിറ്റി ഒക്കെ ചിലപ്പോൾ കുറയും. ചിലപ്പോൾ ഈ കവിതാക്കൾ മടുക്കും, അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് തോന്നും. അങ്ങനെ ഒരു അവസ്ഥയാണിത്. കാരാഗൃഹത്തിന്റെ താക്കോൽ എന്നാണ് കവിതയുടെ പേര്. കാരാഗൃഹത്തിന്റെ താക്കോൽ. പകൽ മുഴുവൻ ഉപയോഗിച്ച് മുഷിഞ്ഞുലഞ്ഞ ഉറുമാൽ പോൽ നമ്മുടെ പ്രണയം ചുംബിച്ച് നിരർത്ഥകമായി തീർന്ന ചൊടികൾ. ചത്ത പാമ്പിനെ പോൽ എൻ്റെ മേൽ വീണ് കിടക്കുന്ന നിന്റെ തണുത്ത വലങ്കൈ. നിരന്തരം ഖനനം ചെയ്ത് ഉടൽ ദ്വീപിൽ നിന്നും ശൂന്യമായ കൈകളോടും തുലഞ്ഞ മനസ്സോടും നമ്മുടെ മടക്കയാത്രകൾ. ഒരു വിസ്മയവും ഇനി അവശേഷിക്കുന്നില്ല. പുതുതായി ഒരു വാക്കും പരസ്പരം ഉരിയാടാനുമില്ല. കര കയറാനായുന്ന കുഴിയാന വീണ്ടും തൻ്റെ മണൽക്കുഴിയുടെ ആഴങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള വഴി തിരിയാതെ തളർന്ന മിഴികളോടെ മുഖത്തോട് മുഖം നോക്കി രണ്ട് കാരാഗൃഹവാസികൾ. എങ്ങനെയാണ് പുറത്തേക്കുള്ള കവാടം തുറന്നു കിട്ടുക? താക്കോൽ എവിടെയാണ് കളഞ്ഞു പോയത്? എങ്ങനെയാണ് പുറത്തേക്കുള്ള കവാടം തുറന്നു കിട്ടുക? താക്കോൽ എവിടെയാണ് കളഞ്ഞു പോയത്? ഈ പ്രണയം പഴകുമ്പോഴും ചില വേള ദാമ്പത്യം വിരസമാകുമ്പോഴും ഒക്കെ ഇങ്ങനെ രണ്ട് കാരാഗൃഹത്തിൽ പെട്ട തടവുകാരെ പോലെ നമുക്ക് തോന്നും. പുറത്തിറങ്ങാൻ താക്കോലില്ല. അങ്ങനെ ഒരവസ്ഥ. അപ്പൊ ഇത്തരത്തില് കാരാഗൃഹത്തിന്റെ താക്കോൽ കിട്ടാതെ വിഷമിക്കുന്നവരോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? അതിനകത്തൊരു ചോയ്സ് ഉണ്ട്. എൻ്റെ മകൾ എപ്പോഴും എന്നോട് പറയും, വിദേശ രാജ്യങ്ങളിലൊന്നും മുഷിപ്പൻ ബന്ധങ്ങൾ ആരും തുടരുകയല്ലെന്ന്. കാമുകരാവട്ടെ ഭാര്യ ഭർത്താക്കളാവട്ടെ, അവരങ്ങോട്ടും ഇങ്ങോട്ടും മടുത്താല് ഇവിടുത്തെ പോലെ പ്രാഗിക്കൊണ്ടും വെറുതൊണ്ടൊന്നും ആരും കഴിയല. ഒരിക്കൽ ഞാൻ ഇവളുടെ കൂടെ അവിടുത്തെ ഒരു തടാക തീരത്ത് പോയി. അത് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ ഒത്തിരി റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നോക്കുമ്പം അവിടെ കാണുന്ന എല്ലാവരും ഭയങ്കര പ്രേമം. വയസ്സരും മധ്യവയസ്കരും എല്ലാം അവർ കൈകോർത്തിരിക്കുന്നു, തോളി കൈയിട്ടിരിക്കുന്നു, തണലത്തൊക്കെ ഇരുന്ന് ചുംബിക്കുന്നു. അപ്പം ഞാൻ മകളോട് പറഞ്ഞു, അമ്മണിക്കുട്ടി നമ്മൾ വിളിക്കുന്നത്, ഞാൻ പറഞ്ഞു, അമ്മണി ഇവരൊക്കെ എന്തൊരു പ്രേമമാണ് തമ്മിൽ. ഈ വെസ്റ്റേണേഴ്സ് അല്ലേ ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആണോ? അപ്പോൾ ഇവള് പറഞ്ഞു, അമ്മ ഇതൊന്നും ഇവരുടെ ആദ്യ ഭർത്താവ് ആദ്യ ഭാര്യ ഒന്നും ആയിരിക്കില്ല. ഇവരൊക്കെ മടുത്തപ്പം വിട്ടിട്ട് പോയി. ഇതൊക്കെ പുതിയതായിട്ടുണ്ടായ ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കും. പുതുമയുണ്ടല്ലോ എപ്പോഴും, മടുക്കുന്ന പ്രശ്നമില്ലല്ലോ. ആരും അങ്ങനെ ഇഷ്ടമില്ലാതെ ആരും അങ്ങനെ അവിടെ കൂടെ താമസിക്കലാന്ന് പറഞ്ഞിട്ട് പിരിയും. മാതൃഭൂമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? എത്ര വർഷം? 1.5 വർഷം. അത് എഡിറ്റോറിയൽ ട്രെയിനി ആയിട്ടായിരുന്നു. പക്ഷേ ആ ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കംപ്ലീറ്റ് ചെയ്യാൻ അടുക്കാറായപ്പോഴേ എൻ്റെ മൂത്ത മകൻ ജനിച്ച്. അന്ന് ട്രെയിനിങ് പീരീഡ് ലീവ് ഒന്നും എടുക്കാൻ പറ്റിയല്ല. അപ്പോൾ വളരെ സങ്കടത്തോടെ അത് രാജിവെക്കേണ്ടി വന്നു.